നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UAE-യിലെ പ്രശസ്ത സ്റ്റീൽ വ്യവസായ സ്ഥാപനമായ ടെക്നോമക് ഉടമ മുഹമ്മദ് ഹനീഫയും ഭാര്യ സുനീറയും എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയർ തറവാട് സന്ദർശിച്ചു. പുനർജനി ചികിത്സാ കേന്ദ്രവും ഹോസ്പീസും ഡയാലിസിസ് സെന്ററും കെയർ ഹോമും സന്ദർശിച്ച ഇവർ ചികിത്സയിലുള്ളവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഉപാസനയിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിനു ശേഷം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആൽഫ ഹോസ്പീസ് കെട്ടിടം സന്ദർശിച്ച ഇരുവരും ഒരു ഹൈ ഡിപെൻഡൻസി റൂം സ്പോൺസർഷിപ്പായി 20 ലക്ഷം രൂപയുടെ ചെക്ക് ആൽഫ ചെയർമാൻ KM നൂറുദ്ദീന് കൈമാറി. മുഹമ്മദ് ഹനീഫയ്ക്കും കുടുംബത്തിനും ചെയർമാൻ ആൽഫയുടെ നന്ദി അറിയിച്ചു. ആൽഫ പുനലൂർ സെന്ററിന്റെ പരിചരണത്തിലുള്ള കുന്നിക്കോട് നിവാസിയായ ഖദീജ ബീവിയുടെ കുടുംബത്തിന് വിളക്കുടി CH സെന്ററിന്റെ വക പിന്തുണ. ആൽഫയുടെയും CH സെന്ററിന്റെയും ഭാരവാഹികൾ ഖദീജ ബീവിയുടെ വസതിയിലെത്തി സഹായം കൈമാറുകയായിരുന്നു. CH സെന്ററിനു വേണ്ടി വിളക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നസീർ, പ്രവർത്തകരായ അബ്ദുൽ ലത്തീഫ്, നാസർ ലബ്ബ, അനീസ് ലബ്ബ, ആൽഫയുടെ പേട്രൺ ജോൺ തോമസ്, ആൽഫ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി, സെക്രട്ടറി സലീം കുട്ടി, നഴ്സിംഗ് ഓഫീസർമാരായ അതുല്യ, സിത്താര എന്നിവർ സന്നിഹിതരായിരുന്നു. ആൽഫയുടെ പ്രവർത്തനങ്ങളെ ഏറെക്കാലമായി പിന്തുണയ്ക്കുന്ന ആലുവ പടിയത്ത് കുടുംബാംഗങ്ങളായ നീന പടിയത്തിന്റെയും വാഹിദ പടിയത്തിന്റെയും പിതാവ് പടിയത്ത് ഇബ്രാഹിമിന്റെ 90ാം ജന്മദിനം ഇന്ന് എടമുട്ടം ആശിഷ് കെയർ ഹോമിൽ ആഘോഷിച്ചു. ഈ കുടുംബത്തിന്റെ വകയായിരുന്നു ഇന്ന് ഉച്ചഭക്ഷണം. ഇബ്രാഹിമിന്റെ അസാന്നിധ്യത്തിൽ കെയർ ഹോമിലെ മുതിർന്ന അംഗം വാസുവേട്ടൻ കേക്ക് മുറിച്ചു. ആൽഫ ട്രസ്റ്റി രവി കണ്ണമ്പിള്ളി, കെയർ ഹോം മാനേജർ താഹിറ മുജീബ് എന്നിവർ നേതൃത്വം നൽകി. കൂടാതെ 90ാം ജന്മദിനം പ്രമാണിച്ച് കുടുംബം ആൽഫ ഡയാലിസിസ് സെന്ററിലെ 90 ഡയാലിസിസുകൾ സ്പോൺസർ ചെയ്യുകയും ചെയ്തു. സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് വിരമിച്ച നഴ്സ് ഗായത്രിക്ക് ആൽഫ ആലപ്പുഴ സെന്റർ ഭാരവാഹികളും സ്റ്റാഫും ചേർന്ന് യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് ഷാജി ജമാൽ, സെക്രട്ടറി തോമസ് ജോർജ്, ജോയിന്റ് സെക്രട്ടറി ആൻസി ബെഞ്ചമിൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആമിന കമാൽ, അംഗങ്ങളായ ജയശങ്കർ പ്രസാദ്, ജെസി, ആൻഡ്രിയ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.